നിങ്ങളുടെ ജീവിതത്തിൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുകയും എന്നാൽ ലളിതമായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ നിരവധി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരുന്നു. അന്നേരം ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മളെ ലൈഫിൽ നടക്കേണ്ടത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ നടക്കുന്നത്. മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് മനസ്സിന് സമാധാനവും ശാന്തിയും വരുന്ന സമയത്താണ്. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് തീവ്രമായിട്ട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ നിരന്തരമായി ചിന്തിക്കുന്ന സമയത്ത് ഒരു പരിധി വരെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നടക്കില്ല. അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ അതിനു വേണ്ടി ആഗ്രഹിച്ചു, തീവ്രമായിട്ടുള്ള ടെക്നിക്സ് എല്ലാം തന്നെ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളിൽ വരിക. അതിലെന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹങ്ങൾ അതോടൊപ്പം തന്നെ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും നമ്മളെ മനസ്സിൽ നിന്ന് ഉണ്ടാകുക. ഇതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സിമ്പിളായി ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം, എന്നാൽ ജസ്റ്റ് ഒരു ആഗ്രഹമായിരിക്കും. എന്നാൽ അതിൻ്റെ വ്യക്തികളും സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ലൈഫിൽ വരുന്നതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ സിമ്പിൾ മൈൻഡായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ഫോഴ്സ് ചെയ്യുന്നില്ല. അതൊരു തോട്ടായിട്ട്, അതായത് അതൊരു പോസിറ്റീവ് തോട്ട് അതോടൊപ്പം തന്നെ പവർഫുൾ ആയിട്ടുള്ള തോട്ടായിട്ട് മാറുകയാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രാക്ടീസിൽ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഏതൊരു തോട്ടിനും കൂടുതൽ പവർ നൽകിയിട്ട് അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് വരികയാണെങ്കിൽ അത് വിട്ടുകളയുക അഥവാ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ലെറ്റ് ഇറ്റ് ഗോ മീൻസ് ലെറ്റ് ഇറ്റ് ഗോഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന, അതായത് നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അവസാന ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും 55/5 അല്ലെങ്കിൽ 11 എന്ന് പറയുന്ന ടെക്നിക്കോ വാട്ടെവർ ഏതൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്തും അവസാന ദിവസം എല്ലാം തന്നെ ദൈവത്തിൽ അർപ്പിക്കുക എന്നുള്ള രീതിയിൽ മനസ്സ് വെക്കുക. അതിൻ്റേതായ സമയം സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് മാനിഫെസ്റ്റ് ആകുന്നതാണ്. മാനിഫെസ്റ്റേഷൻ ഹാർഡ് വർക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഹാർഡ് വർക്ക് നിരന്തരമായിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ്. എന്നാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ പരിശ്രമിക്കുകയും അതോടൊപ്പം തന്നെ നല്ല മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷന് വേണ്ടത്. വെറും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഏതെങ്കിലും വ്യക്തി റിച്ച് ആയിട്ടുണ്ടോ? അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ മനസ്സിലാവും ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂലി വേതനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളെല്ലാം നമ്മളെക്കാട്ട് അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ അവർ സാമ്പത്തികമായിട്ട് വരുന്നില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റാണ് അല്ലെങ്കിൽ ഉയർന്ന ആശയങ്ങളോടോ അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതിയോടോ അവർക്ക് അതുമായിട്ട് വൈബ്രേഷൻ ലെവൽ മാച്ച് ആകാത്തത് കൊണ്ടാണ് അവർക്ക് എത്താൻ സാധിക്കാത്തത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ കൃത്യമായ ഇടവേളയിൽ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ചിന്തയുടെ വൈബ്രേഷൻ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അതിന് ഫോഴ്സ്ഫുള്ളി ഇപ്പം ഒരു ചെടിയുടെ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് അത് ചെടിയാവും, മരമാവും, കായ്ക്കും, അതോടൊപ്പം തന്നെ ഫലങ്ങളെല്ലാം തന്നെ നൽകുന്നത് പോലെ തന്നെയാണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. അതായത് നമ്മൾ മാനിഫെസ്റ്റേഷനിലെ ടെക്നിക്കുകൾ കുറേ ചില വ്യക്തികൾ ചെയ്യാറുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർ ചിന്താഗതി നെഗറ്റീവാകും. പിന്നെ നെഗറ്റീവായി ചിന്തിക്കും, ഇതൊന്നും തന്നെ നടക്കുന്നില്ല, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം എല്ലാം തന്നെ ഫേക്കാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്തയും വെക്കും. അതോടൊപ്പം തന്നെ അത് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും സിമ്പിൾ മൈൻഡായിട്ട് ഓരോ ദിവസവും നിങ്ങൾ മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ഓരോ വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് അതേപോലെ ടെക്നിക്കിനെല്ലാം വേണ്ടി സമയം ചിലവഴിച്ചോളൂ. ദിവസം മുഴുവൻ സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ദുരന്തമായിട്ട് മാറും. അതുകൊണ്ട് മാനിഫെസ്റ്റേഷന് കുറച്ച് ടൈം നിങ്ങൾ ഒരു മണിക്കൂർ വേണ്ടിയിട്ട് ചിലവഴിക്കുക, അല്ലെങ്കിൽ രാത്രിയും ചിലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ 1 മാസത്തോളം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തതെന്ന്. ഒരു റൂം അടച്ചിട്ടിട്ട് ഞാൻ ഇതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്തു, അഫർമേഷൻസ് എഴുതി വെച്ചു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെച്ചു, എന്നിട്ട് ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹത്തോട് ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഞാൻ തന്നെ ഉദാഹരണത്തിന് ലോ ഓഫ് അട്രാക്ഷൻ്റെ ട്രെയിനേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലും. അതോടൊപ്പം തന്നെ ചില ബുക്കുകളെല്ലാം തന്നെ വായിച്ചിട്ടുണ്ടാവും. അവർ പുസ്തകം എഴുതുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആക്ഷൻ തനിക്ക് വേണ്ടിയും തൻ്റെ ചുറ്റുമുള്ള വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മെൻ്റലി വർക്ക്
വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ നിങ്ങൾ തീവ്രമായിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും തന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കണമെന്നില്ല. എപ്പോഴും നമ്മളുടെ മനസ്സ് ശാന്തമാക്കാനും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ എൻജോയ്മെൻറ്റ് കണ്ടെത്താനും വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളെ മനസ്സ് ഹാപ്പിയായി നിലനിർത്തുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന കാര്യം നിങ്ങളെ അടിസ്ഥാനപരമായി, അതായത് ലെറ്റ് ഇറ്റ് ഗോ മീൻസ് ലെറ്റ് ഇറ്റ് ഗോഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാം തന്നെ ദൈവത്തിൽ അർപ്പിക്കുക. എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടൈമിൽ, അതിൻ്റെ സാഹചര്യം എല്ലാം തന്നെ വരുന്ന സമയത്ത്, കൃത്യമായ സമയത്ത് അത് നടക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.